ഹായ്, വെൽക്കം ടു അവർ ചാനൽ കുഞ്ഞാപ്പീസ് വ്ലോഗ്. കുഞ്ഞാപ്പില്ല, കുഞ്ഞാപ്പി കുഞ്ഞാലാടാൻ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻട്രോ ഞാൻ ലാസ്റ്റ് എടുക്കുന്നത്. ഫസ്റ്റ് ഇൻട്രോ എടുക്കണമെന്ന് വിചാരിച്ച് ഇൻട്രോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മൾ ലാസ്റ്റിൽ വന്ന് ഇൻട്രോ എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാപ്പിൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂറായിരുന്നു തുടങ്ങിയത്. അത് പിന്നെ വേറെ ഏതോ ലെവലിലെത്തി. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് മിക്സ്ഡ് ആയിട്ട് അല്ലാണ്ട് ഇടാമെന്ന്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്തും കൂടുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ്. നിങ്ങൾ പോയി കണ്ടിട്ട് വാ. കുഞ്ഞാപ്പീൻ്റെ വീടിൻ്റെ ഹോം ടൂറാണെന്ന്. റെഡി അല്ലേ കുഞ്ഞാപ്പി? റെഡി അല്ലേ? കുഞ്ഞാപ്പി വിടണ്ട കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പിയെ പോയാലോ? കുഞ്ഞാപ്പിൻ്റെ വീട്ടിലേക്ക് പോവാം. കുഞ്ഞാപ്പിൻ്റെ കാറുണ്ട്, പിന്നെ പിന്നെ സൈക്കിളുണ്ട്. ഇനി വീട്ടിലേക്ക് പോവാം. ഇതാണ് വീടിൻ്റെ മുൻവശം. അതാണ് കുഞ്ഞാപ്പീൻ്റെ കുട്ടികളെ കണ്ട് വീടിൻ്റെ വാതിലൊക്കെ നമ്മൾ തുറന്ന് അതാ വീടിൻ്റെ അകതാ. അപ്പോൾ കയറല്ലേ? കുഞ്ഞാപ്പി വീട്ടിൽ കയറ്. അമ്മ കയറാം. അപ്പോൾ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ പറഞ്ഞു കൊടുക്കുക എന്തൊക്കെ എൻ്റെ വീട്ടിലുള്ളേ. അതെന്താ? എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? വീട്ടില് സ്ഥലല്ലേ ഗൈസ്? ABCD ലാപ്ടോപ്പാ? ഞാൻ നോക്കട്ടെ, അടുക്കള നോക്കട്ടേടോ. ഇതാണ് ഗൈസ് അടുക്കള. അപ്പൊ ഗൈസ് ഇതാണ് കുഞ്ഞാപ്പീൻ്റെ വീട്. ഹോം ടൂറ് പറഞ്ഞു വന്നപ്പോൾ അത് കളിയായി. ഞാനിപ്പോൾ ഓളെ കുട്ടിയായി. പാത്രം കഴിക്കോ. അപ്പൊ പൂപ്പിനെ എൻ്റെ മടിയിൽ ഇരുത്തിച്ചിട്ട് അമ്മ പാത്രം കഴുകാൻ പോയിന്. ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഈ വീട് നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇപ്പൊ ഞാൻ കുഞ്ഞാപ്പിൻ്റെ കളിക്കൂട്ടുകാരിയായിട്ടുണ്ട്. ആരും കളിക്കാനില്ലാത്തത് കൊണ്ട് അമ്മച്ചി കളിക്കാണ് കേട്ടോ. കുഞ്ഞുവാവ. അപ്പോഴേ ഈ വീഡിയോ ഹോം ടൂർ തുടങ്ങിയ വീഡിയോ ഓള് ചുണ്ടോപ്പിയൊക്കെ ഇട്ടുണ്ട്. അതാ നോക്ക്, കുഞ്ഞാപ്പി ചുണ്ടോപ്പിയൊക്കെ ഇട്ടിട്ടേ, ചുണ്ടോപ്പി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടേ. കുഞ്ഞാപ്പിൻ്റെ കൂടെ വീടിൻ്റെ അകത്ത് കളിക്കട്ടെ. വീട് ഒന്നാമത് കയറിയിൽ നിൽക്കണ സ്ഥലമല്ല. കളിപ്പാട്ടം കൊണ്ടുവച്ചില്ല. ഒരിത്തിരി ഭാഗമുള്ളൂ, ബാക്കിയുടെ പെട്ടിയിലുണ്ട്. ഞാൻ അതിൽ കൊണ്ടുപോയിട്ടുണ്ട് നീന്ന് പറഞ്ഞതാ. കളിക്കാൻ ആളില്ല, ആരെങ്കിലൊക്കെ വരണം, അപ്പോഴേ അതിനകത്തൊക്കെ കളിക്കാൻ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതപ്പം ഞാനൊന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ വീഡിയോ എടുക്കണ്ട, നമുക്ക് കളിക്കാന്നും പറഞ്ഞ് പിന്നെ തൽക്കാലം ഇപ്പം ആ വീഡിയോ നിർത്തി വെക്കാന്നുള്ളത്. ഞങ്ങൾ ഗ്യാസ് തീർന്നു. ഗ്യാസ് കുറച്ച് കഴിയുമ്പോഴാവും വരിക. അത് കാരണം അടുപ്പിലാണ് പണികളും നടന്നത്. നമ്മൾ കർക്കിടക ആയതുകൊണ്ട് കർക്കിടക കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാറുണ്ട്. അപ്പം ഗ്യാസിലാകുമ്പോൾ പെട്ടെന്ന് ആവുമായിരുന്നു. ഇപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടേ അടുപ്പത്തെ എന്നിട്ട് നമ്മൾ കർക്കിടക കഞ്ഞി കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിയ കർക്കിടക കഞ്ഞി ഇതാണ്. കർക്കിടക കഞ്ഞി കാണുമ്പോൾ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് ആവി പറക്കുന്നുണ്ട്. ചൂടോടൊക്കെ കുടിക്കാനാട്ടോ ടേസ്റ്റ്. അപ്പോൾ കർക്കിടകക്കല്ല എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കി കുടിക്കുക. ഹെൽത്തി സാധനമാണ്.
ഞങ്ങളെ കർക്കിടക കഞ്ഞിയൊക്കെ റെഡിയായി. അച്ഛൻ കഞ്ഞി കുടിക്കുന്നുണ്ട്. കുഞ്ഞാപ്പിക്ക് ഇത് ആപ്പിള്. കർക്കിടക കഞ്ഞി കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞാപ്പിക്കില്ല, കുഞ്ഞാപ്പിക്ക് കൊടുക്കലുമില്ല. പിന്നെ കുഞ്ഞാപ്പിക്ക് അതിന് പകരം ഇതാ നല്ല ആപ്പിള്. കുഞ്ഞാപ്പി ആപ്പിള് കഴിക്കുന്നതാ. അപ്പം ഞാൻ കഞ്ഞി കുടിച്ചോട്ടെ കേട്ടോ. നല്ല ചൂടാ. അമ്മ എന്ത് കഞ്ഞിയാണിത്? തലത്തല കഞ്ഞിയല്ല, കർക്കിടക കഞ്ഞി. നല്ല ചൂടാണ് ഗൈസ്. ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് ചോദിച്ചാൽ, എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാലേ ഒക്കെ പാക്കറ്റാണ്. അരിൻ്റെ പാക്കറ്റും ആ മരുന്നിൻ്റെ ഒരു പാക്കറ്റും. അരി വേവിക്കുക, ആ മരുന്ന് അതിലിടുക, ഒന്നുകൂടെ ഒന്ന് വേവിക്കുക, എന്നിട്ട് നല്ല തേങ്ങാപ്പാൽ ലാസ്റ്റ് നല്ല തേങ്ങാപ്പാൽ ഒഴിക്കുക, എന്നിട്ടിങ്ങനെ ചൂടോടൊക്കെ കുടിക്കുക. അടിപൊളി ടേസ്റ്റ്. കുഞ്ഞാപ്പി എൻ്റെ ചേറിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട്, കുഞ്ഞാ ആ അതിലിരുന്നോ, ഈ വീണോല്ലേ ഒക്കെയാണ് ഗൈസ്. ഇതിൻ്റെ കൂടെ സൈഡായിട്ടൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്ന് വിറകടുപ്പിൽ വെച്ചതുകൊണ്ട് കുറച്ചുകൂടെ വെന്തിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് മരുന്ന് കുറച്ച് കുറവാണ് തോന്നുന്നത്, കാരണം എന്നും മരുന്നിൻ്റെ കുത്തലുണ്ടാവില്ല. ഇന്നിപ്പോൾ മരുന്ന് വല്ലാണ്ട് ഉണ്ട് കേട്ടോ. ഒന്നുമില്ല, എല്ലാ ദിവസവും കുടിക്കലുണ്ട്. കുടിക്കട്ടെ. കാഴ്ച കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഇടാറുണ്ട്. എൻ്റെ കുക്കിങ് മോശമായതുകൊണ്ടല്ല, ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്തെ കുഞ്ഞാപ്പി എന്നെ കളിക്കാൻ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓളെ കൂടെ കളിക്കാൻ പോകണോണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫോണൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഈ കാർട്ടൂൺ കണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ഈ ഒരു ഫോൺ മാത്രമുള്ളേ. കണ്ടോ കുഞ്ഞാപ്പി ആപ്പിൾ വേഗം കഴിക്കടോ, ഒരു കഷ്ണം വെച്ച് നിൽക്കുക. അപ്പോഴേ കുഞ്ഞാപ്പിക്ക് ഇപ്പോൾ 2.5 വയസ്സായി. പല്ല് ഇനിയും വരാനുണ്ട്. ഫസ്റ്റത്തെ പല്ലാണ് ലേറ്റായിട്ട് തന്നെ വന്നത്. ഒരു 1.5-2 വയസ്സ് അടുപ്പിച്ച് തന്നെ നമുക്ക് പല്ലൊക്കെ വന്നത്. ആ മുന്നിലുള്ള പല്ലുകൾ തന്നെ ഉള്ളൂ. അതുകൊണ്ട് കടിച്ച് മുറിച്ച് കഴിക്കുമ്പേ അങ്ങോട്ട് ശരിയാവണില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞത് വന്നോളും, എന്തിനാ ധൃതിന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ഒന്ന് നിങ്ങളാരെങ്കിലും കുട്ടികൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണേ. പല്ല് വരാൻ വൈകിയത് കുഞ്ഞാപ്പിക്ക് ഇപ്പോൾ കറക്റ്റ് 2.5 വയസ്സായി. പല്ല് മൊത്തമായിട്ടില്ല എന്നല്ല, മുന്നിലെ വരിയിൽ പല്ലൊക്കെ ഉണ്ട്. ഗൈസ് എന്തൊരു രസമാണ് ആപ്പിൾ. കുഞ്ഞാപ്പി പഠിച്ചു. അല്ലെങ്കിലും വീഡിയോ എടുക്കാനേ എന്നേക്കാൾ ഉത്സാഹം കുഞ്ഞാപ്പിക്കാണ്. കുഞ്ഞാപ്പിക്ക് ഒരുപാട് ബുക്കുകളുണ്ട്, പക്ഷേ എഴുത്തിനിരുത്താത്തതുകൊണ്ട് എഴുതി പഠിപ്പിക്കാൻ വയ്യ. ഈ വർഷം നവമി വരട്ടെ, നമുക്ക് എഴുത്തിനിരുത്തണം.
അച്ഛനെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് വരുന്നുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. അച്ഛനോട് ചോദിച്ചു നോക്കാം കഞ്ഞി എങ്ങനെ ഉണ്ടായിരുന്നു. അച്ഛാ കഞ്ഞി എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറില്ല, പക്ഷെ മരുന്ന് കുറച്ച് കുറവാല്ലേ? ആ, എന്നും നിങ്ങൾ മരുന്ന് കുത്തലാന്നാ പറയില്ല. ഇത് മരുന്ന് കുറച്ച് കുറവാണ്. എനിക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട്, മരുന്ന് കുറവായതുകൊണ്ടാണ് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ അച്ഛൻ നല്ലത് പറയുന്നു പ്രതീക്ഷിച്ചു, പക്ഷെ അച്ഛൻ സത്യസന്ധമായ കാര്യം പറഞ്ഞു. ഇന്ന് കഞ്ഞിര് ഉഷാറില്ലാന്ന് അമ്മച്ചൻ പറഞ്ഞു. കുഞ്ഞേ ഇന്ന് കഞ്ഞി രസമില്ല പറഞ്ഞു അമ്മച്ചൻ. വന്ന് താഴോട്ട് വീഴരുത്. കുറുമ്പാണ് ഗൈസ്, 2 വയസ്സിലെ ഉണ്ടല്ലേ. ബുക്ക് എടുക്കാൻ പോയതാ, ടേബിളിൽ അങ്ങനെ കയറിയിട്ട് താഴോട്ട് വീണാലേ അല്ല പൊട്ടു. ഇവിടെ ഇരുന്നു ചാടിയാലേ കാല് പൊട്ടും. പിന്നെ ഡോക്ടർ സൂചി വെക്കും. സൂചി വെച്ചാൽ പിന്നെ കരയേണ്ടി വരും. അടക്കെ ഞാനും അച്ചാപ്പിയൊന്നും വരില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കണ്ടായിരുന്നു. സൂചിയും കുത്തി നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ പറഞ്ഞ കിട്ടില്ലെങ്കിൽ. പാട്ടിങ്ങനെ പാടിയ പോലെ അമ്മ പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കേൾക്കുന്ന വേണം. ഫുൾ ടൈം അതാ പറയുന്നത്, അമ്മ പറഞ്ഞാൽ കേൾക്കാം. എന്നിട്ട് അമ്മ പറയണ കേൾക്കൂല. കുടിച്ച് കഴിഞ്ഞിട്ട് അടുത്തത് പറയാം. അപ്പോൾ ഗൈസ് കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞു. സൂപ്പറായി. കഞ്ഞി കുഴപ്പം പോരാന്നാണ് അച്ഛൻ പറഞ്ഞത്. നിങ്ങൾ കേട്ടല്ലോ അച്ഛൻ അപ്പം പറഞ്ഞത്. കഞ്ഞി പോരാ. കുഞ്ഞാപ്പി അവിടെ ഉണ്ട്. നമ്മൾ പോവുക, കൊലായിക്ക് പോവാം. കൊലായി സിറ്റ് ഔട്ടിലെത്തി ഗൈസ്. സിറ്റ് ഔട്ടിലൊട്ടിയാൽ അടിപൊളി വെളിച്ചമാണ് ഇവിടെ കാണാൻ പറ്റുക. കരയാണ് ഞാൻ ആദ്യം വന്നതിന് കരയാണ്. ഇന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോവാണ്. ഇനിയിപ്പോൾ ഇന്ന് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ചെടികളൊക്കെ ഒന്ന് കാണിച്ചതാണ്. അപ്പം ഇതാണ് ഗൈസ് നമ്മളെ മുറ്റത്തെ ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. കുറേ ചെടികളുണ്ട്. ഇതൊരു മുരിങ്ങമരാണ് ഗൈസ്. ഇത് വീടിൻ്റെ ഉയരത്തിൽ പോയപ്പോൾ ഞാനൊന്ന് മുറിച്ചു. ഞാൻ മുറിച്ചതിന് ശേഷം അത് തെഴുത്തില്ല. കണ്ടോ ഗൈസ്, കുറേ മുളക്. ഇത് അനിയത്തീൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. അനിയത്തീനെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് അവിടുത്തെ അമ്മ വിത്ത് കൊടുത്ത് വിട്ടതാണ്. അതിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ഒരുപാട് മുളകായി. ആ അമ്പനെ കാണാൻ പോവാം ഗൈസ്. കുട്ടി സമ്മതിക്കുന്നില്ല. അപ്പം ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ കുറച്ച് എൻ്റെ പൈപ്പ് ഇതാ ഗൈസ്. ഇതാണ് നമ്മുടെ മണി പ്ലാന്റ് ആണ് ഗൈസ്. മണി പ്ലാന്റ് അവിടെ എത്തി. ഇത് നമ്മളെ കടേൻ്റെ ബാക്ക് ഭാഗം കേട്ടോ. നമ്മളതിൽ പടർത്തിയതാണ്. മുമ്പൊരിക്കൽ പടർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഞങ്ങളറിയാതെ മെല്ലെ അത് മുറിച്ചൊഴിവാക്കി ആകെ ഉണങ്ങി. പിന്നെ ഇതിപ്പോൾ രണ്ടാമതുണ്ടാക്കിയതാണ്. അപ്പം ഇതാ ഇവിടെ കുറച്ച് ചെടികളുണ്ട്. ചെടികളൊന്നും നോക്കാറില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാട് പിടിച്ച്. അപ്പം ഞങ്ങൾ തൊടിയിലൊക്കെ ഒന്ന് നടന്ന് നോക്കി. ക്ഷീണിതയായി ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു വീഡിയോ. ടാറ്റാ. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണേ പറയും. സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ. ബൈ.